പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ രോഗികൾ, പീഡിതരെ, മാനസിക സംഘർഷം അനുഭവിക്കുന്നവരെ, ഡിപ്രഷൻ അനുഭവിക്കുന്നവരെ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാരെ കർത്താവേ, നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവിടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവരെ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ മക്കളെ, നമ്മളെ ഈ കരിമരുന്നില്ലേ, കരിമരുന്ന് ഇപ്പം ചില ആൾക്കാർ ഉടമ്പടിയിലൊക്കെ ചെയ്യണത് തീ കൊളുത്തും, പക്ഷേ മരുന്നുണ്ടാകത്തില്ല. ഞാൻ പണ്ട് ഈ മാതാവിൻ്റെ വടക്കുവാസം തുടങ്ങിയില്ല. അപ്പോൾ ഞാനൊരു 6-ാം ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? മാതാവിൻ്റെ വടക്കുവാസത്തിന് ഈ ആൾക്കാർക്ക്, ഈ പടുക്കക്കാർക്ക് അറിയാം ഈ മാതാവിൻ്റെ ഞങ്ങളെല്ലാം ആ നാട്ടിലുള്ള പള്ളിത്തോടുകാർ മൊത്തം കത്തോലിക്കരാണ് അവിടെ ഉള്ളത്. വളരെ അപൂർവമായ അക്രൈസ്തരുള്ളൂ. 1, 2, 5, 6 വീട്ടുകാരെ ഉണ്ടാകും. അപ്പോൾ പടുക്കക്കാർക്കറിയാം ഈ വണക്കമാകുമ്പോൾ തന്നെ അവർ കൊട്ടയിൽ പടുക്കവും ചുവന്നുകൊണ്ട് വരും. നാട്ടുമ്പുറത്തല്ലേ, അപ്പോൾ അവിടെ വേറെ ഇന്നത്തെ പുറത്ത് വണ്ടിയൊന്നുമില്ല ഞാൻ കാലത്ത്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് തോടാണ്. തോടിൻ്റെ അപ്പുറത്തൂടെ അപ്പോൾ പടക്കക്കാരൻ വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കും, എനിക്കറിയാതെ പടക്കക്കാരനാണെന്നറിയാം. അപ്പോൾ അപ്പനെ വിളിച്ചുകൊണ്ട് വരും. കാര്യം അപ്പൻ്റെ കാശ്, നമ്മുടെ കാശില്ലല്ലോ. അപ്പോൾ അപ്പനെ പിടിച്ച് നിർത്തും. ഈ പടക്കക്കാരൻ തോടിൻ്റെ അപ്പുറത്തൂടി പോകുമ്പോൾ അയാൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുകൂടി പോകുമ്പോൾ അപ്പം വിളിക്കണ്ടേ, അത് കാരണം അപ്പനെ വിളിച്ച് നിർത്തും. അപ്പം അതേ പടക്കക്കാരൻ തന്നെ അപ്പം പോയില്ലേ എന്ന് പറഞ്ഞ് വിളിച്ച് നിർത്തും. അപ്പോൾ അപ്പന് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. കാര്യം മാതാവിൻ്റെ രൂപമൊക്കെ കഴുകി ഞങ്ങളെ കൊണ്ട്, ഞാൻ എപ്പോഴും പറയാറുള്ളത് നിങ്ങളോടല്ലേ, ആ രൂപക്കൂടൊക്കെ ഉണ്ടാക്കി വെക്കണത് മെയ് മാസത്തിലാണ്. അത് അപ്പൻ 2 കാര്യങ്ങൾ ചെയ്യണത് വെച്ചാൽ ഈ തന്നെത്താനാണ് എല്ലാം ചെയ്യത്തുള്ളൂ. എൻ്റെ കുർബാന കുർബാനക്കുള്ള പഠനം പോലും ഞാൻ കുറേ ചമ്മിയിലുണ്ട്. കാരണം വെച്ചാൽ അപ്പം തന്നെ ഈ കപ്പോലൊക്കെ ഉണ്ടാക്കത്തുള്ളൂ തന്നെത്താൻ. അത് ഈ ലാത്ത പേപ്പറൊക്കെ വെച്ചുണ്ടാക്കും. അതും തലയിൽ വെച്ചുകൊണ്ടാണ് ഞാൻ കുർബാനക്കുള്ള പഠനം പോയത്. അപ്പോൾ അത് ചില ആൾക്കാരെല്ലാം നോക്കും. അവിടെ ഒരു 10-300 പിള്ളേരുണ്ടെങ്കിൽ എല്ലാവരും, അല്ലാതെ ആൾക്കാരെല്ലാം എൻ്റെ തലയുടെ നോക്കണത്.
അതപ്പുറം ഈ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ ഞാൻ ഇന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ലോക ചമ്മലാണ് ഈ സംഭവം. കാര്യം പുള്ളിക്കാരൻ എല്ലാം ഇങ്ങനെ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും അങ്ങനെ ഒരു കലാകാരനായിരുന്ന ആൾ. അതുകൊണ്ട് രൂപക്കൂടുണ്ടാക്കും. ഇതുപോലെ രൂപക്കൂടുണ്ടാക്കി. അപ്പം ഒരു 1.5 ദിവസത്തെ പണിയാണത്. എന്നിട്ട് ലാത്താപ്പൂവൊക്കെ വെട്ടി ഒരു കൂടൊക്കെ ആക്കി മാതാവിൻ്റെ അടുത്ത് വെച്ച് കഴിയുമ്പോൾ അപ്പന് സമാധാനമാകും. എന്നിട്ട് അതിൻ്റെ അകത്ത് അപ്പൻ എല്ലാ ശനിയാഴ്ചയും പോയി എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കാത്ത ഒറ്റ ദിവസം ഉണ്ടാകത്തില്ല. എല്ലാ ദിവസവും പൂ പറിച്ച് വെക്കും. അത് വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന അപ്പനാണ്, അമ്മയല്ല. എല്ലാ വീടുകളിലും കുഞ്ഞുങ്ങളും സ്ത്രീകളൊക്കെ അല്ലേ ചെയ്യണത്. ഇത് അപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം. ഈ പൂ പറിച്ച് വെക്കണതും ഒരു 10-12 ചെമ്പരത്തി പൂ പറിച്ചിട്ട് വെക്കും. അപ്പോൾ എന്താ സാധിക്കും, പടുക്കക്കാരനെ വിളിച്ചിട്ട് വരുമ്പോൾ വലിയ കാശൊന്നും ഉണ്ടാകത്തില്ല. കൊച്ചു കാശേ കൂടുതൽ സാധനം മേടിക്കണമെന്നുള്ളതാണ് എല്ലാവരുടെ എൻ്റെ അപ്പൻ്റെയൊക്കെ തലയിരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ പടുക്കത്തിൻ്റെ ഇത് മാറ്റി നോക്കും. ഇങ്ങനെ പടുക്കത്തിൻ്റെ അടിയിൽ ഇറിച്ചിൽ വേണമെന്ന് നമ്മൾ സാധനമുണ്ട്, ഇപ്പം ഇല്ലത്. അപ്പോൾ ഞാൻ ഇറിച്ചിൽ വേണം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ പടുക്കത്തിന് അടി വെച്ചിരിക്കും. അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച് ഇത്രയുള്ളൊരു സാധനമാണ്. അതിൻ്റെ അകത്ത് മുഴുവനും കരിമരുന്ന് കയറ്റിയിട്ട് അപ്പൻ്റെ ഒരു അപ്പോൾ 2 ഇറിച്ചിൽ വേണമേ മേടിക്കത്തുള്ളൂ. ഒരു വണക്കത്തിൻ്റെ ദിവസം കത്തിക്കാൻ വേണ്ടി 5-8 പടുക്കവും പൊട്ടിക്കും. 2 ഇറിച്ചിൽ വേണം. അത് അപ്പം തന്നെ വിട്ടുള്ളൂ, നമ്മളെ കാണിക്കുന്നേ ഉള്ളൂ. തിരി കത്തിച്ച് സന്ധ്യയ്ക്ക് ഇങ്ങനെ തീയും കത്തിച്ച് വെച്ചും അപ്പൻ ഇറിച്ചിൽ വേണം വിടും. ഞങ്ങളുടെ കിഴക്ക് വശത്ത് കുറച്ച് സ്ഥലമുള്ള കാരണം അപ്പൻ അങ്ങോട്ടാണ് വിടണത്. പക്ഷേ ആ ഇറിച്ചിൽ വേണം കെട്ടണമെങ്കിൽ രണ്ട് അത് അപ്പനമ്മ ഒരു ഗുസ്തി ഉണ്ടാകും. അതൊക്കെ പോകുമ്പോൾ എന്നുവെച്ചാൽ പെരടിക്കണ ചൂലിനടിക്കുക എന്നാണ് ഈ ഇറുക്കിലെടുക്കേണ്ടത്. അത് അപ്പം പൊക്കിയെടുക്കും. അപ്പോൾ അമ്മ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇറിച്ചിൽ വാണത്തിൽ ചാക്കുന്നൂല് കൊണ്ട് ഈ വാല് കെട്ടി വെക്കണം ഈ ഇറുക്കലിൻ്റെ. എന്നിട്ടാണ് കത്തിച്ച് വിടണത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കത്തിച്ചാലും ചില ഇറിച്ചിൽ വാണം വിട്ടാലും പോകത്തില്ല. കാര്യം അത് മരുന്ന് നനഞ്ഞിട്ടുണ്ടാകും. അതിപ്പോൾ ഈ പണ്ടത്തെ പെരയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ എങ്ങനെയായാലും വർഷകാലത്ത് ഈ മെയ് മാസത്തിലൊക്കെ ചില സമയത്ത് മെയ് അവസാനം ആകുമ്പോഴൊക്കെ മഴയുടെ പൂരമായിരിക്കും. അത് പോകത്തില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ അത് സൂക്ഷിച്ചൊക്കെ വെച്ച് 1-2 പൊട്ടിക്കും. പക്ഷെ അത് മാതാവുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു വീട്ടിലെ പെരുന്നാളാണേ. വീട്ടിലെ പെരുന്നാൾ കരിമരുന്ന് പ്രയോഗവും പെരുന്നാളൊക്കെയാണ് ഈ വണക്കമെന്ന് പറയണത്. നിങ്ങളുടെ വീട്ടിലൊക്കെ അത് ഉണ്ടെങ്കിൽ കളയരുത് കേട്ടാ. അത് നമ്മൾ ദൈവമായിട്ട് ഉള്ള ഒരു ഭയങ്കര സൗഹൃദമായിട്ടുള്ള സമ്മേളനമാണ് ആ സായാഹ്നങ്ങളൊക്കെ വണക്കം. അതൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വേദപാഠം കൂടിയാണത് ഈ വണക്കം എന്ന് പറയണത്. അതൊക്കെ പോയിട്ട് പിന്നെ എന്താ ഉള്ളത്, ഇവന്മാർ റീലും നോക്കിക്കൊണ്ടിരിക്കും. എന്നാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ റീല് നോക്കാൻ വേണ്ടി പിള്ളേരുടെ വഴിക്ക് വിട്ടു. എന്നിട്ട് അവർ 10-50 വയസ്സാകുമ്പോൾ അവർക്ക് 50 വയസ്സാകുമ്പോൾ നിങ്ങളെടുത്ത് പുറത്ത് കളയത്തേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടിടും. അങ്ങനെ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കർത്താവിനെ കൊടുത്തിട്ടില്ല. അവർക്ക് കർത്താവ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ നോക്കും, സംരക്ഷിക്കും. നിങ്ങൾ തന്നെ അതിൻ്റെ അകത്ത് എനിക്കിൻ്റെ അകത്ത് ഒരു സങ്കടം തോന്നാറില്ല. ചില ആൾക്കാർക്ക് ചില ഭവിഷ്യത്ത് സംഭവിക്കുമ്പോൾ അവർ കൊടുക്കേണ്ട സമയത്ത് അവരുടെ കൈ കുഞ്ഞുങ്ങളുണ്ടാകുന്ന സമയത്ത് അവർക്ക് വേറെ കലാപരിപാടിയൊക്കെ ആയിരുന്നു. അവർ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അവർക്ക് നിങ്ങളെ ശ്രദ്ധിക്കണം നിർബന്ധമില്ല. അപ്പം അതല്ല ഞാൻ പറഞ്ഞു വരണത്. ഈ ചില ആൾക്കാർ ഈ ഉടമ്പടി എടുക്കണത് ഇങ്ങനെ കത്തിക്കും. പക്ഷേ ഇറിച്ചിൽ വേണം മുന്നോട്ട് പോകത്തില്ല. അവരുടെ ഉടമ്പടി മുന്നോട്ട് പോകത്തില്ല. അതെന്താ കാര്യം? ഒന്നെങ്കിൽ മരുന്ന് നനഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എന്തോ മരുന്ന് ഉണ്ടാകത്തില്ല. ആ മൂട്ടിൽ കുറച്ച് കത്തിക്കുകയായിരിക്കും നമ്മൾ. അതിനുശേഷം ഇത് മുന്നേ പോകണ്ടേ. എന്താ കാര്യത്തിന് ഉടമ്പടിയുടെ മരുന്നെന്ന് പറയുന്നത് പ്രേക്ഷിത പ്രവർത്തനമാണ്. അത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. അത് എന്നോട് മാതാവ് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ആ കാര്യത്തെക്കുറിച്ച്. എൻ്റെ പരിശുദ്ധാത്മാവ് ഈശോയും എല്ലാവരും എന്നെ പഠിപ്പിച്ചിരിക്കണം ഈ സംഭവമാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം. ഒരാളെ കണ്ട കർത്താവിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. ഒരാളെ കണ്ട കർത്താവിനെക്കുറിച്ച് സംസാരിക്കണം. അങ്ങനെ കർത്താവിനെക്കുറിച്ച് സംസാരിക്കുന്ന ആളാണെന്ന് ദൈവത്തിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ദൈവത്തിൻ്റെ സ്ഥൈര്യലേപനം എന്ന് ഞാൻ പറയും. നമുക്ക് നാളെ അതിനെക്കുറിച്ച് പറയാമേ.
ദൈവത്തിൻ്റെ ഇപ്പം നമുക്ക് മാത്രം ശരീരവനം കിട്ടിയാൽ പോരെ, തിരിച്ച് ദൈവത്തിന് ശരീരവൻ കിട്ടണം. അതായത് കർത്താവിന് കൈമാറുന്ന വ്യക്തി കാണുമ്പോൾ ഇപ്പം ചില ആൾക്കാരുടെ കുഴപ്പം വെച്ചാൽ അവരാ പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാത്രമേ ചെല്ലത്തുള്ളൂ ഉടമ്പടിയുടെ. അവർ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കിയേ, സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീണമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഉടമ്പടി ദേഹത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് വരുന്നത്? ലൂക്കാ 10:18 അവൻ പറഞ്ഞു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത്. ആ ഉപമ പറയേണ്ട വല്ല കാര്യമുണ്ടാ? പക്ഷെ പറയണം. കാര്യം സ്വർഗത്തിൽ നിന്ന് മുകളിൽ താഴെ വീഴുന്ന പല സാധനങ്ങളുണ്ട്. എന്താണ്? സാത്താൻ താഴെ വീഴണത് അപ്പം തടി വീഴണ പോലല്ല. അപ്പം തടി വീഴണമെങ്കിൽ താഴെ വരുമ്പോൾ ഒരു കൊല്ലം എടുക്കും. അങ്ങനെയല്ല, സാത്താൻ ഠോ എന്ന് പറഞ്ഞാൽ വീഴുകയാണ്. എപ്പോഴാണ് വീഴണത്? എങ്ങനെയാണ് ഇങ്ങനെ തിന്മയുടെ ശക്തി നമ്മുടെ കുടുംബത്തിൽ പെട്ടെന്ന് അകന്നു പോകണം? എന്താ അത്? പ്രേക്ഷിത വേല ചെയ്യുമ്പോഴാണ്. മത്തായിയുടെ സുവിശേഷം 17 പോകുമ്പോൾ അവരെ പറഞ്ഞു വിടണതാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതായത് നിത്യതയെക്കുറിച്ച് പറയണം. അതാ ഉദ്ദേശിക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കണം എന്നല്ല പറയേണ്ടത്. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പോകുമ്പോൾ എന്തിനെക്കുറിച്ച് പറയണം? നിത്യതയെക്കുറിച്ച് പറയണം. ബൈബിൾ എന്ത് പറയണം? ബൈബിളിൻ്റെ ലക്ഷ്യം എന്താ? നിത്യതയല്ലേ. നിത്യതയെക്കുറിച്ച് പറയാതെ ആൾക്കാർ പറയും ഭൂമിയെക്കുറിച്ചാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണ എല്ലാവരും ചോദിക്കണ ഭൂമിയെക്കുറിച്ചല്ലേ. വല്ലതും പിള്ളേരായില്ലേ എന്ന് ചോദിക്കുക. അത് ഭൂമിയെക്കുറിച്ചല്ലേ ചോദിക്കണേ. കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ 2-3 മാസം കഴിയുമ്പോൾ തന്നെ ആയാന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ? അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ജോലി അത് ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. പ്രൊമോഷൻ അതും ഭൂമിയെക്കുറിച്ചാണ് ചോദിക്കണേ. ലൈഫിൻ്റെ വീട് കിട്ടിയ അതും എല്ലാ ജനങ്ങൾ മുഴുവൻ ചോദിക്കണ ഭൂമിയെക്കുറിച്ചാണ്. പക്ഷേ ഈശോ പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ സ്വർഗരാജ്യത്തെക്കുറിച്ച് ചോദിക്കണമെന്ന്, നിത്യതയെക്കുറിച്ച് ചോദിക്കണമെന്ന്. അതാണ് വ്യത്യാസം എന്ന് പറയണത്. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പോഴാണ് യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം എന്ന് പറയണത്. കർത്താവിൻ്റെ സ്വന്തമായി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താ? നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിങ്ങൾ കുറേ ഫങ്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അതല്ല, ദൈവത്തിന് തോന്നണം നമ്മുടെ സ്വന്തം ആളാണെല്ലാം തോന്നണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. നിത്യതയെക്കുറിച്ച് ചോദിക്കണം. അപ്പം അങ്ങനെ നമ്മൾ നിത്യതയെക്കുറിച്ചുള്ള മറ്റുള്ളവരെ ആത്മീയമായിട്ട് ക്രിസ്തുവിനെ വളർത്തുന്ന സുവിശേഷം വരെ ചെയ്താൽ സാത്താൻ ഇടിമിന്നൽ പോലെ താഴെ വീഴുമെന്ന്. തിന്മ അങ്ങനെ അകന്നു പോണത്. അപ്പം തിന്മ അകന്നു പോകാൻ വേണ്ടിയുള്ള മാർഗം എന്ന് പറയണത് ദൈവിക മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അതെന്താണ്? ദൈവത്തെ മറ്റുള്ളവർക്ക് ദൈവിക പദ്ധതികൾ ആ ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. കാര്യം ഉടമ്പടി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ സുവിശേഷ വേല ചെയ്യാതെ പറ്റത്തില്ല. എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന അനേകം മക്കളുണ്ട്. ഇന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കൃപാസനത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾ കണ്ടില്ലേ? പകുതി മുക്കാലും നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറയണില്ല. ഇപ്പോൾ 3 ഡോക്ടർമാരൊക്കെ ഒരുമിച്ച് കയറിയില്ല ഈ ദിവസങ്ങളിൽ. അതെന്താ? അവർക്ക് ബോധ്യപ്പെട്ടു ഇതിനെക്കുറിച്ച്, ഈ വിഷയത്തെക്കുറിച്ചോ. കാര്യം ഇതിൻ്റെ അകത്ത് സുവിശേഷ വിഹിതമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആരുടെ പൊടിപ്പും തൊങ്ങലും കൊണ്ട് ഒരു സംഭവം ഫാബ്രിക്കേറ്റ് ചെയ്തെടുത്തിരിക്കണമല്ല. ബൈബിള് കടഞ്ഞപ്പോൾ പൊങ്ങിയ വെണ്ണയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അത് കഴിക്കുന്നതിനൊക്കെ തെളിഞ്ഞ് വരും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മഹത്വത്തിനായി പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയും ഈശോയും തിരഞ്ഞെടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും പ്രത്യേകം 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ജിമ്മി ജോസഫ്. ഇത് എൻ്റെ ഭാര്യ ലിറ്റി. ഇത് എൻ്റെ മൂത്ത മകൻ ജോസഫ്. ഇത് രണ്ടാമൻ ഫ്രാൻസിസ്. ഞങ്ങൾ വരുന്നത് പാലായിൽ പ്രവിത്താനം സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോനാപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞങ്ങൾ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് 2024 ഫെബ്രുവരി 25 അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിയത്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഇവിടെ നടക്കുകയായിരുന്നു. ഉടമ്പടി ധ്യാനം കൂടിയ ഞങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇവിടെ വന്നാൽ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാകുകയും ഞങ്ങൾ അന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ഉടമ്പടി എടുക്കുകയും ചെയ്തു.
അന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ 6 മണി കഴിഞ്ഞിരുന്നു. പല ബസ്സുകൾ കയറി ഞങ്ങൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ രാത്രി 10 മണിയായിരുന്നു. ഏതെങ്കിലും ഒരു ബസ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ ബസ്സിന് വേണ്ടി നോക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൂടെ തന്നെ പോകുന്ന ബസ് അവിടെ 5 മണിക്ക് പോകേണ്ട ബസ്സാണ്. ആ ബസ് ഞങ്ങൾക്ക് വേണ്ടി 10 മണി സമയത്ത് രാത്രി കോട്ടയം ബസ് സ്റ്റാൻഡിൽ കാത്തു കിടക്കുന്ന പോലെ ഞങ്ങൾക്ക് തോന്നി. അത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക ഇടപെടലാണെന്നും ഞങ്ങളുടെ കാര്യം അമ്മ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു. രണ്ടാമത് ഞങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരുന്നു. എൻ്റെ പേര് ജോസഫ് ജിമ്മി. ഞാൻ കൃപാസനത്തെപ്പറ്റി അറിയുന്നത് 2018 2018 പറയുമ്പം ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട് 9 കൊല്ലമായ സമയമായിരുന്നു. അപ്പം അതിനിടയ്ക്ക് ഞങ്ങൾ 3 വീടിന് അഡ്വാൻസ് കൊടുത്തു. ഒരെണ്ണം കേസിലായി, 2 തന്ന ആൾക്കാർ തന്നെ തരില്ലെന്ന് പറഞ്ഞു അവസ്ഥയിലായി. അപ്പം അങ്ങനെ നിൽക്കുന്നൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. പല ധ്യാന കേന്ദ്രങ്ങൾ കാണും, അല്ലെങ്കിൽ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പോലെ എന്ന സമയത്ത് അങ്ങനെ പലയിടത്തും കൊടുക്കുന്നു. ആ സമയത്ത് അമ്മയുടെ ചേച്ചി പറഞ്ഞ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇടാം, അങ്ങനെ അവസരം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം വലിയ ബുദ്ധിമുട്ടില്ല, ഓൺലൈനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഓൺലൈനിൽ ഞാനും അമ്മയും കൂടെ ഇരുന്നാണ് കൊടുക്കുന്നത്. അപ്പം അത് കൊടുക്കുന്നു. ഞങ്ങളുടെ നിയോഗമായിട്ട് വീടിൻ്റെ കാര്യം പറയുന്നു. അത് കൊടുക്കുന്നത് 11/1/2018. 2-3 ദിവസം ഞങ്ങൾക്ക് ഇവിടുന്ന് പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ ചെല്ലുന്നു. പക്ഷേ എനിക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങളോ യൂട്യൂബിൽ നിന്നുള്ള സ്ട്രീമിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ ദഹിക്കുന്നില്ല. ഇതെന്താ, ശരിയാണോ, എങ്ങനെയാണ്? അപ്പം പതുക്കെ ഞങ്ങളിന്ന് വലിഞ്ഞു. അങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ വരുന്നു. അപ്പം ഇനി അടുത്ത ആഴ്ചയിൽ അപ്പനെ മാതാവ് സംസാരിക്കുന്നതായിട്ട്, അപ്പനെ കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഞങ്ങൾ അറിയത്തൊന്നുമില്ല. അപ്പനെ അങ്ങനെ മാതാവ് സംസാരിക്കുന്നതായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നു. ഉടൻ തന്നെ ഞങ്ങൾക്കൊരു വീട് കാണുന്നു. ഒരു പണിത് തീരാറായൊരു വീട് ഞങ്ങൾക്ക് ഒരുക്കിയിട്ടിരിക്കുക മാതാവ്. ആ സമയത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ദൈവിക ഇടപെടൽ തന്നെയാണ്. പക്ഷേ കൃപാസനം മാതാവാണെന്ന് ഇടപെട്ടാൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്താണ്. അതെന്ന് പറഞ്ഞാൽ ഈ കറക്റ്റ് 1 മാസം തുടങ്ങിയെന്ന 10/2/2018 ഞങ്ങൾ കയർത്താമസം നടക്കുക. അതിനിടയ്ക്ക് പല പ്രശ്നങ്ങളാണ്. രജിസ്ട്രേഷൻ്റെ സമയത്താണല്ലോ അതിൻ്റെ കാര്യങ്ങളെല്ലാം പല പ്രശ്നങ്ങൾ കുരുക്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം കറക്റ്റ് ആ 1 മാസം തികയുന്ന അന്ന് ഒരു പ്രശ്നം കൂടാതെ ഞങ്ങൾ പുതിയ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റും. അത് മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ മാത്രമാണ്. സമയച്ചുരുക്ക് തന്നെ മാതാവ് വന്ന് അവിടെ ഇടപെട്ടു. പിന്നെ ഇപ്പം അപ്പം പറഞ്ഞ പോലെ ഈ വീണ്ടും ഉടമ്പടിയിലോട്ട് വരുന്നത് ആ ഒരു സാഹചര്യം ഉണ്ടാകുന്ന അപ്പന് ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു. 2000 തൊട്ട് തുടങ്ങിയൊരു ബിസിനസ്സായിരുന്നു. അപ്പോൾ അപ്പനെ ഇടയ്ക്ക് സ്ഥാപനത്തിൽ വെച്ചൊരു അപകടം ഉണ്ടാകുകയും പിന്നെ അപ്പം കിടപ്പിലാവുകയൊക്കെ ചെയ്തു. ആ സമയത്ത് പാർട്ണറുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഒന്നും കിട്ടില്ലെന്നായി, ഷെയറൊന്നും കിട്ടില്ലെന്നൊരു സ്ഥിതിയൊക്കെ ആയി. പല പ്രശ്നങ്ങളാൽ ഭയങ്കര ബുദ്ധിമുട്ടിരുന്ന നെടുവേർപ്പെട്ടിരുന്ന സമയത്താണ് കൃപാസനത്തെപ്പറ്റി വീണ്ടും അറിയുന്നു. എന്നാലും പഴയതിനെപ്പറ്റി വലിയ ഓർക്കുന്നില്ല. വരുന്നു. അപ്പനും അമ്മ ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് ഉടമ്പടിയൊക്കെ എടുത്തിട്ട് പോകുന്നു. അപ്പം ആ സമയത്ത് അപ്പനും പറഞ്ഞ പോലെ തന്നെ പ്രധാനപ്പെട്ട നിയോഗമായിരുന്നു എൻ്റെ അനിയൻ്റെ പഠനകാര്യം, അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യം. അപ്പം അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. അത് അപ്പൻ ഒരിക്കലും ബിസിനസ്സിലോട്ട് ഇനി ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞ് തീരുമാനിച്ചിരുന്ന എല്ലാം മടുത്തു എന്ന് പറഞ്ഞ അവസ്ഥ ഇരുന്നപ്പോൾ അപ്പനൊരു ദിവസം ബൈബിൾ വായിക്കുമ്പം മാതാവ് വെളിപ്പെടുത്തി കൊടുക്കുക, ആ പഴയ പരിപാടികളൊക്കെ തന്നെ വീണ്ടും അങ്ങനെ തുടങ്ങുന്നു. അപ്പം അതിനൊരു ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അപ്പം ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിൽ ചെല്ലുമ്പോൾ ചുമ്മാ ഞങ്ങൾ ചോദിക്കുക ഒരു ലോൺ കിട്ടുമോ? അപ്പം ഞങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഒന്നും കാണില്ല, എന്നാലും ചുമ്മാ ചോദിച്ചേക്കാം. അപ്പോൾ ലോൺ ഓഫീസർ തരില്ല, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാനുള്ള യോഗ്യതയില്ല. ആ സമയത്ത് ചുമ്മാ ആ മാനേജർ എന്നത്തിന് അതിൽ കൂടെ വന്ന് എനിക്കറിയത്തില്ല, മാനേജർ അയാളുടെ ക്യാബിനിൽ നിന്ന് വരിക, ഓഫീസറിൻ്റെ പുറകെ വശത്ത് നിൽക്കുന്നു. നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്നാ പ്രശ്നം? നിങ്ങൾക്ക് തരാമല്ലോ, ഒരു കുഴപ്പമില്ല, തരാമെന്ന് പറയുന്നു. ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം ലോണൊക്കെ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും വീണ്ടും ലോൺ ഓഫീസർ തരില്ല. അപ്പോൾ മാനേജർ വീണ്ടും പറയുന്നു ഞങ്ങൾക്ക് തരാം. ഞങ്ങൾ അന്ന് ആ ലോൺ കിട്ടിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ആ ബിസിനസ് ഞങ്ങൾ തുടങ്ങാൻ ഒരു ചാൻസ് ഇല്ല, കാരണം അന്ന് പൈസയ്ക്ക് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം അതുപോലെ തന്നെ ആ മാതാവിൻ്റെ പ്രത്യേകമല്ല, ആ മാതാവായിട്ട് ആ മാനേജർ ആ ക്യാബിനെ നിന്നിട്ട് വന്ന് അവിടെ വന്നത് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഒരു യുക്തിപരമായോ വേറെ രീതി നോക്കിയാൽ ഒരു ചാൻസും അവിടെ ഇല്ല. അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് മാത്രം ആ ഒരു കൊല്ലം ഞങ്ങൾ കിട്ടിയിട്ടുള്ളൂ. അന്നാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യം. അന്ന് ഞങ്ങളൊക്കെ നല്ലവണ്ണം മാതാവ് ഞങ്ങൾക്ക് ക്രമീകരിച്ച് വന്നു. പിന്നെ സാധനം മേടിക്കാനാണെങ്കിലും അത് വിൽക്കാനാണെങ്കിലും എല്ലാ ദിവസവും ഞങ്ങളെ മാതാവ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെ കൂടെ എങ്ങനെ വിൽക്കണം, എവിടെ വിൽക്കണം, ആർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുത്തി തരുന്ന പോലും മാതാവ് പല വ്യക്തികളിലൂടെ, നിസ്സാര വ്യക്തികളിൽ കൂടെ വരെ ഞങ്ങളൊക്കെ അത് മാതാവ് ക്രമീകരിച്ച് തരിക. ഇന്നും ഞങ്ങൾക്ക് ഞങ്ങൾ പണ്ട് ബിസിനസ് എങ്ങനെ നടത്തിയിരുന്നു അതിനെ അന്ന് നോക്കിയാൽ സെറ്റപ്പെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അന്നായിരിക്കും പക്ഷെ വലുത്. പക്ഷേ അതിനേക്കാളും നല്ല ഹാപ്പി ആയിട്ട് നന്നായി എൻജോയ് ചെയ്യുന്നത് ഈശോയോടും മാതാവിനോടും കൂടെ നിന്ന് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞങ്ങളിന്ന് ജീവിച്ചു പോരുകയാണ്. പിന്നെ
ഇതോടൊപ്പം തന്നെയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കായിരുന്നു അനിയൻ്റെ പരീക്ഷ. എൻ്റെ പേര് ഫ്രാൻസിസ്. അപ്പൻ ഉടമ്പടി എടുത്ത് ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് പരീക്ഷ നന്നായിട്ട് എഴുതാനും ഓരോ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ പരീക്ഷയുടെ സമയത്ത് ഇങ്ങനെ മാതാവ് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് തോന്നി. ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തേനും ഉപ്പപ്പം പോക്കറ്റിലിട്ട് തരും. എന്നിട്ട് പരീക്ഷയുടെ സമയത്ത് ഈ ആൻസർ പേപ്പറിലൊക്കെ ഇട്ട് വിടും. പിന്നെ രാവിലെ തൈലം പൂശി നെറ്റിക്കുരിശ വരച്ച് വിടും. അങ്ങനെ മാതാവിൻ്റെ ഒരു ഇടപെടൽ മൂലം മാത്രമാണ് എനിക്ക് അങ്ങനെ +2 99% മാർക്ക് കിട്ടി. അതിൻ്റെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതിനുശേഷം ഞങ്ങൾക്ക് ഒരു വാഹനം ആവശ്യമായിട്ട് തോന്നി. പക്ഷെ ഞങ്ങൾക്ക് ആ സമയത്ത് ഞങ്ങൾ അതുവരെ പലതവണ നമ്മൾ കൊതിയൊക്കെ പറയുമല്ലോ, എവിടെയെങ്കിലും വീഡിയോ ഒക്കെ കാണുമ്പോൾ ആരെങ്കിലും മേടിക്കുന്ന കാണുമ്പോൾ നമ്മൾ പറയും ഒരു വാഹനമൊക്കെ മേടിക്കണം, നമുക്ക് പുതിയൊരെണ്ണം മേടിക്കണം എന്നൊക്കെ. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് മാതാവ് ഞങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒരുക്കി തരിക. അങ്ങനെ പെട്ടെന്നൊരു വണ്ടി മേടിക്കുന്നു, പെട്ടെന്ന് തന്നെ കിട്ടുന്നു, അതിൻ്റെ കാര്യങ്ങളെല്ലാം പോകുന്നു. ഇന്നും അതിനൊരു കുഴപ്പമില്ലാതെ എൻ്റെ എമൗണ്ട് എല്ലാം ക്ലെയിം ചെയ്യാൻ, ലോൺ അടയ്ക്കാനാണെങ്കിലും എല്ലാ മാസവും കറക്റ്റ് മാതാവ് എന്നുള്ള എമൗണ്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തരും. ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ടെൻഷൻ പോലും വേണ്ടാന്ന അവസ്ഥയിലാണ് മാതാവ് ഞങ്ങളതിനെ പരിപാലിച്ചുകൊണ്ട് വന്നത്. അതിനുശേഷം എനിക്ക് ഈ അപ്പൻ്റെ ഈ പ്രശ്നത്തിനിടയ്ക്ക് എൻ്റെ പല കാര്യങ്ങളൊക്കെ ഞാൻ പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഒരു പ്രധാന പീക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഡിസംബർ 2023 ആയിരുന്നു. ആ സമയത്ത് അതിനുശേഷം അപ്പൻ ഉടമ്പടി എടുക്കുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ ഡിഗ്രി എക്സാം രണ്ടാമത്തെ എക്സാം നടക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. കാരണം വീട്ടിലതാ സാഹചര്യം, മാനസികമാത്ര ലെവലൊക്കെ അല്ല ആ സമയത്ത്. എന്ന് പറഞ്ഞ് വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പം അത് നേരിടാൻ വേറെ ആരുമില്ല, മാതാവും ഈശോയൊക്കെ ഉള്ളൂ. എന്ന് ഈശോയോട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് പോവുക. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞങ്ങളെ മാതാവ് ഞങ്ങളെ പിടിച്ച് കൊണ്ടുവന്നതാണ് ഇവിടെ കൃപാസനത്തിൽ. അപ്പം ആ ഡിഗ്രി എക്സാം ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ജൂലൈയിലാണ് അടുത്ത ഫൈനൽ എക്സാം, ജൂലൈ സമയത്ത് അറ്റൻഡ് ചെയ്യുന്നു. അപ്പം ആ സമയത്ത് അപ്പനെ എനിക്ക് രാവിലെ തൈലം പൂശി തരും, എനിക്ക് ഉപ്പും പോക്കലിട്ട് തരും. ഞാൻ അത് ഉടമ്പടി നിറച്ച വസ്തുക്കൾ നമ്മൾ ഉപ്പും കഴിക്കും, വിശ്വാസപ്രമാണം ചൊല്ലി കഴിക്കും. ഞാൻ ആൻസർ പേപ്പറായാലും ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം ഉപ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഇട്ടിട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യും. അപ്പം പരീക്ഷയെ കഴിഞ്ഞു. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അത്യാവശ്യം പാസ്സാണ്, തോറ്റു പോകരുത് എന്നൊക്കെ ഒരു ചിന്ത അന്നത്തെ. അപ്പം പല പ്രശ്നങ്ങളുടെ ഇടയ്ക്കായതുകൊണ്ട് അതുകൊണ്ട് ഒരു റിസൾട്ട് വന്നു. എനിക്ക് വലിയ കുഴപ്പമില്ല എന്നൊരു റിസൾട്ട് എനിക്ക് കിട്ടുന്നു. അത്യാവശ്യം ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല എന്നങ്ങ് പോകുന്നു. അതിനൊരു കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു ഫെബ്രുവരി 19 2025 ആയപ്പം ഞാൻ വിട്ട സാധനം ഞാൻ കോച്ചിങ്ങിന് വന്ന് ഈ ക്യാൻസർ ജോലികളുടെ കോച്ചിങ്ങിന് വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. വൈകിട്ട് വരുമ്പം എൻ്റെ സൈഡിലിരുന്ന സീറ്റിലെ ചേട്ടൻ അവിടെ നിന്ന് എണീക്കുന്നു. അപ്പം ഞാൻ നിൽക്കുമായിരുന്നു, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഞാൻ ഫോൺ എടുക്കും. ആ ഫോൺ എടുക്കുന്ന നേരെ എനിക്കൊരു മെയിൽ വരുന്നു. ആ സമയത്ത് എനിക്ക് വരുന്ന മെയിൽ വേണം പരസ്യത്തിൻ്റെ, ഞാൻ സാധനം നോക്കാറില്ല. പക്ഷേ അന്ന് എന്തോ എനിക്ക് ആ മെയിൽ എടുത്ത് നോക്കാൻ തോന്നുന്നു. മെയിൽ നോക്കുന്നു, എനിക്ക് കിട്ടിയ മെയിൽ ഇതായിരുന്നു: യുവർ നെയിം ഹാസ് ബീൻ റെക്കമെൻഡഡ് ഫോർ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡൽ ഫോർ സ്റ്റാൻഡിങ് ഫസ്റ്റ് ഇൻ ദ എക്സാമിനേഷൻസ് ഹെൽഡ് ഇൻ December 2025 ആൻഡ് June 2024. ഞാനും വിശ്വസിച്ചില്ല. കാരണം അന്ന് ഫേക്ക് മെസ്സേജുകൾ കാലമാണ്, എല്ലാവർക്കും അറിയാം, ഫേക്ക് മെസ്സേജുകൾ ഇഷ്ടംപോലെ വരും. ഞാൻ വിശ്വസിച്ചു. എന്നാലും ഒരു സാധ്യതയുണ്ട്, പറഞ്ഞിരിക്കുന്നുണ്ട് ഡൽഹിക്കൊക്കെ ചെല്ലാനാണ്. എന്നാലും വീട്ടിൽ ചെന്ന് ഞാൻ മാതാവിനോട് ആദ്യം ചെന്ന് നന്ദി പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ വീട്ടിൽ അമ്മയോടും അപ്പനോടൊക്കെ പറയുക. അപ്പം അവർ പോലും ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചില്ല, സത്യം പറഞ്ഞു. കാരണം ഞാൻ എങ്ങനെ പഠിച്ചതെന്നും ഞാൻ എങ്ങനെ പരീക്ഷയ്ക്ക് പോയെന്നും എല്ലാ ദിവസവും ഇവർ കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഞങ്ങൾ പിന്നെ അത് വെരിഫൈ ചെയ്തു, സാർമാരോടൊക്കെ ചോദിച്ചു. കുറച്ച് മെയിലൊക്കെ വരാനുണ്ടായിരുന്നു, എല്ലാം നോക്കി കറക്റ്റ് മെയിൽ, ഒരു കുഴപ്പമില്ല. മാർച്ച് 5 അത് ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുടുംബസമേതം ഡൽഹിക്ക് ഫ്ലൈറ്റിൽ പോകാൻ ഞങ്ങൾക്ക് വലിയ ആഗ്രഹമായിരുന്നു, ഡൽഹിക്ക് ഫ്ലൈറ്റിലൊക്കെ പോകാമെന്നുള്ളത്. മാധവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഞങ്ങൾ പോകണോ പോകണ്ടോ, അതിലൊരാൾ പോയാൽ പോരെ, അങ്ങനെയൊക്കെ ഓർത്തോർത്തിരുന്നിട്ട് അവസാനം ഞങ്ങൾക്ക് 4 പേർക്കും അവിടെ ചെല്ലാനും ആ ഹാളിനകത്ത് കയറാൻ എനിക്ക് മാത്രം അനുവാദമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവസാന നിമിഷം പരിപാടി തൊട്ട് മുമ്പ് മാധവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഹാളിൽ കയറി പരിപാടി പങ്കുചേരാനൊക്കെ സാധിച്ചു. അന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മുഖ്യ അതിഥി. അദ്ദേഹം മുഖ്യ അതിഥിയായിരുന്ന ചടങ്ങിൽ അന്നത്തെ IIT തിരുച്ചിറപ്പള്ളി ഡയറക്ടറായി നിന്ന് എനിക്ക് ഗോൾഡ് മെഡലും സർട്ടിഫിക്കറ്റും വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചു. അത് മാതാവിന് പ്രത്യേക അനുഗ്രഹമാണ്. കാരണം ഞാൻ ആ പരീക്ഷയ്ക്ക് പഠിച്ചിട്ടില്ല. എൻ്റെ ഒരു മെറിറ്റ് കൊണ്ടും അല്ലാതെ മാതാവിൻ്റെ മാത്രം ഗ്രേസ് കൊണ്ട് മാത്രം മാതാവുണ്ട് എന്നുള്ളതാണ് എൻ്റെ മെറിറ്റ്. അല്ലാതെ ഞാൻ പഠിച്ചതുകൊണ്ടോ എൻ്റെ കഴിവോ ഒന്നും അല്ല ആ സമയത്ത് എൻ്റെ മെറിറ്റ്. ഇന്നും അതെ. പിന്നെ അതിനുശേഷം സമയം വന്നു, ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി ജോലികൾക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരിക ജൂലൈയിൽ എയിംസിൻ്റെ ഒരു കോമൺ റിക്രൂട്ട്മെൻറ്റ് എക്സാമിനേഷൻ. എയിംസ് അറിയാം, നമുക്ക് കേരളത്തിൽ എയിംസ് ഒന്നുമില്ല. അപ്പം ഞാനും ചുമ്മാ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നല്ലോ, നമുക്ക് വായിച്ച് നോക്കിനകത്ത് കിടക്കുന്നു. ഒരു പോസ്റ്റ് ഉണ്ട്, ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ UD ക്ലർക്കായിട്ട് വേക്കൻസി ഉണ്ട്, കേരളത്തിലുണ്ട്.
ആകെ മൊത്തം 16 വേക്കൻസി, അതിൽ 9 ജനറൽ കാറ്റഗറിക്ക് പറ്റും. അപ്പം വേറെ തീർത്തും കുറച്ച് വേക്കൻസി ഉള്ളൂ. കാരണം ജനറൽ കാറ്റഗറിക്കാർ പരീക്ഷ എഴുതുന്നവർക്കൊക്കെ അറിയാം, ജനറൽ കാറ്റഗറിക്കാർക്ക് കയറാൻ ഇത്തിരി പാടാണ്. ബാക്കിയുള്ളവർക്ക് റിസർവേഷൻ എല്ലാം പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും മാർക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മുടെ സീറ്റും കൊണ്ടും പോകും. ഈ നമുക്കുള്ളതാണെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഉള്ള സീറ്റാണ് ജനറൽ സീറ്റ് എന്ന് പറഞ്ഞാൽ, അത് അവർ കൊണ്ടുപോകും, നമുക്ക് ആ സീറ്റ് കിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ അപ്പം ഞാൻ യുക്തിപരമായി ചിന്തിച്ചു. അന്ന് ഞാൻ യുക്തിയെ കൂട്ടിയാണ് ചിന്തിക്കുന്നത്. അപ്പം ഇല്ല, 9 വേക്കൻസി, ഞാൻ സാധനം കൊടുക്കുന്ന പരീക്ഷയ്ക്ക് 500, 100 ആക്കെ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അന്ന് ആ പരീക്ഷയ്ക്ക് 3000 രൂപ വേണം. അപ്പം നമ്മൾ കഷ്ടപ്പെട്ടൊക്കെ ഉണ്ടാക്കുന്നില്ല. ഞാൻ ചുമ്മാ തന്നെ 3000 രൂപ കളഞ്ഞ് ചുമ്മാ ഞാൻ പോയി പരീക്ഷയ്ക്ക് പോകണം പൈസ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ പൈസ കളയുന്നത് കൊടുക്കുന്നില്ല. ഞങ്ങൾ ഉറപ്പിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അവസാന ദിവസം എടുക്കാറായപ്പം ഞങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേരത്തെ ഒരു തവണ നോട്ടിഫിക്കേഷൻ വന്നെന്ന് പറഞ്ഞ് അറിയിച്ചായിരുന്നു. പക്ഷേ വീണ്ടും ലാസ്റ്റ് ഡേറ്റ് 31-ാം തീയതി ആണെന്നൊക്കെ പറഞ്ഞു. ഒന്നുകൂടെ മെസ്സേജ് വരും. അങ്ങനെ ഒരിക്കലും ഒരു പരീക്ഷയ്ക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞങ്ങൾക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുന്നു. എനിക്കുള്ളൊരു വാണിംഗ് പോലെ എനിക്ക് തോന്നുക. ഞാനത് കൊടുക്കാം സംശയിച്ച് നിന്ന് ഞാൻ അവസാനം ലാസ്റ്റ് ഡേറ്റിന് അന്ന് ഞാൻ ഫില്ല് ചെയ്യുക. കുറച്ച് നേരം എടുത്ത പ്രോസസ്സായിരുന്നു. അപ്പം അതെല്ലാം ഫില്ല് ചെയ്ത് സബ്മിറ്റ് നോക്കി. അപ്പം ഇനി പേയ്മെൻറ്റ് കൊടുക്കണം. ഈ പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നോക്കിയിട്ട് നടക്കുന്നില്ല. ആ വിൻഡോ ക്രാഷാണ്. അപ്പം സമയം 5 മണി 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. ആ സമയം വരെ ഞാൻ നോക്കി, പറ്റുന്നില്ല. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പം അമ്മയൊക്കെ എന്നോട് ചോദിച്ചു, എന്നാ പറ്റിയില്ല അല്ലേ? ഞാനോർത്ത് 3000 രൂപ ഇത്തരം മാതാവിന് അറിയാമല്ലോ, നമ്മൾ ചുമ്മാ പൈസ കൊണ്ടാൽ കളയുന്നതാണോ ഇല്ലയോ എന്ന്. അപ്പം പൈസ ചുമ്മാ കളയണ്ടെന്ന് പറഞ്ഞാൽ മാതാവ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സമ്മതിക്കാതിരുന്നായിരിക്കും ഞാൻ പറഞ്ഞു. പക്ഷെ അത്ഭുതം പോലെ മാതാവ് അത്ഭുതം തന്നെയാണ്. അടുത്ത ദിവസം എനിക്ക് എയിംസിൽ നിന്ന് മെസ്സേജ് വരിക, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു, പക്ഷേ പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യുക ഡേറ്റ് എന്നും പറഞ്ഞു. ഒന്ന് ഈ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ, അന്ന് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് സാധാരണ ഒരു ഇങ്ങനെ ഒരു എക്സാം കണ്ടക്ടിങ് ബോഡി സമ്മതിക്കുന്നതല്ല, പൊതുവേ ഇല്ല. വല്ല വിരളങ്ങളിൽ വിരളം. അത് അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കേണ്ട, അതിന് കൊടുക്കാറുന്നില്ല, അതിന് കുഴപ്പമില്ലായിരുന്നല്ലോ എന്നൊരു ചോദ്യം വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം വന്നാൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്താൽ തന്നെ അവരുടെ സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അത് നോട്ടിഫിക്കേഷൻ ഇറക്കും എക്സ്റ്റെൻഡ് ചെയ്തെന്നും പറഞ്ഞു. പക്ഷേ ഇതങ്ങനെയല്ല. എനിക്ക് മാതാവ് എന്നെ അറിയിക്കാൻ വേണ്ടി അവരെ കൊണ്ട് അത് മെസ്സേജ് ചെയ്യിച്ചു. എനിക്ക് മെസ്സേജ് വന്നു, ഞാൻ അപ്ലൈ ചെയ്തു. കുറച്ച് ദിവസം 10-20 ദിവസം കഴിഞ്ഞപ്പം എക്സാമിന് ഞാൻ കാര്യമായിട്ടൊന്നും ഇതിനു വേണ്ടി ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. വേറെ എക്സാമൊക്കെ നടക്കുന്നുണ്ട് അതിന് വേണ്ടി. പക്ഷേ അതുമായിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പം ഞാനിതുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഒരു 2-3 മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. അത് മാത്രം, അതുകൊണ്ടൊന്നും ആവില്ലെന്ന് എഴുതുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് 2-3 മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ട് ഒരു പരീക്ഷയും ജയിക്കാൻ പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പരീക്ഷയുടെ അന്ന് അപ്പോൾ അപ്പൻ എന്നെ രാവിലെ കയറ്റി വിടും. അപ്പം കയറ്റി വിടുമ്പോൾ അപ്പൻ എനിക്ക് തൈലം പൂശി തന്ന് ഉടമ്പടി ഉപ്പും എനിക്ക് വിടുന്നത്. അപ്പം ഞാൻ പോയി എറണാകുളത്ത് മാതാവിൻ്റെ പേരിലുള്ളൊരു സെൻറ്റർ, എക്സാം സെൻറ്റർ ആയിരുന്നു. ഞാൻ അവിടെ പോയി പരീക്ഷ എഴുതുക. ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ ആ സിസ്റ്റത്തിലൊക്കെ ഇട്ട് മാതാവിനെ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞപ്പം പരീക്ഷ പൊതുവെ എളുപ്പമാണ്. എനിക്ക് പരീക്ഷ എളുപ്പമാണെങ്കിൽ ഓൾ ഇന്ത്യ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പം ഞാൻ നോക്കി, ഓൾ ഇന്ത്യ എളുപ്പമാണെങ്കിൽ കട്ട് ഓഫ് മുകളിലായിരിക്കും, ഞാൻ പാസ്സാകില്ല. അല്ലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 500 വേക്കൻസി എല്ലാവരും ഓൾ ഇന്ത്യ മുഴുവൻ വിളിച്ചിരിക്കുന്നതിനകത്ത്. അപ്പം ഞാൻ കിട്ടില്ല എന്നൊക്കെ ഓർത്ത് ഇരിക്കുകയാണ്. ഒക്ടോബറിലൊരു റിസൾട്ട് വരുന്നു. ഞാൻ പാസ്സായിട്ടുണ്ട്. 10,000 പേരുടെ ലിസ്റ്റ് നിങ്ങൾ പെട്ടിട്ടുണ്ട്. 500-600 വേക്കൻസി ഉള്ളിടത്ത് 10,000 പേരുടെ ലിസ്റ്റ് താൻ പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞ് റിസൾട്ട് വന്നു. ഡിസംബർ ആദ്യത്തെ ആഴ്ച എനിക്ക് മെസ്സേജ് ഞാൻ ഇതിന് റിസൾട്ട് നോക്കിയൊന്നുമല്ല, വേറെ വഴിക്ക് വേറെ കാര്യം നോക്കി പോയപ്പോൾ ഇങ്ങനെ റിസൾട്ട് നടക്കുമ്പോൾ കാണുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഫയലെടുത്ത് നോക്കുക. എന്നിട്ട് എൻ്റെ റോൾ നമ്പർ ഞാൻ അടിച്ച് നോക്കുക. ഇപ്പോൾ കിടക്കുന്നു മാതാവിൻ്റെ സംഖ്യ കൂടി 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ എനിക്ക് മാതാവ് എനിക്ക് നൽകി അനുഗ്രഹിച്ചു. ഇപ്പം 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ. അപ്പോൾ എനിക്ക് വേണ്ടത് കേരളത്തിലാണ് അപ്പൻ ഉടമ്പടി വെച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് കേരളത്തിൽ തന്നെ ഒരു കേന്ദ്ര സർക്കാർ ജോലി കിട്ടണമെന്നാണ് അപ്പൻ്റെ ഉടമ്പടി. അപ്പം എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടണമല്ലോ. അപ്പോൾ അതിനിപ്പോൾ ഇതിൻ്റെ പ്രിഫറൻസ് നമുക്ക് കേരളത്തിൽ തന്നെ വേണമെന്ന് കൊടുക്കാനുള്ള ഡേറ്റിൻ്റെ അന്ന് അപ്പനും അമ്മയ്ക്കും ഇവിടെ ഉടമ്പടി പുതുക്കാൻ പറഞ്ഞായിരുന്നു. അന്ന് അപ്പനും അമ്മയും വന്നപ്പോൾ ഞാൻ ആ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഞാനെടുത്ത് അപ്പൻ്റെ അമ്മേനെ കൊടുത്തു വിട്ടു. മാതാവിൻ്റെ അടുത്ത് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ കൊടുത്തു. ജാനുവരി 3-ാം തീയതി ആയപ്പം എനിക്ക് റിസൾട്ട് വന്നു. കേരളത്തിൽ ESIC തന്നെ എനിക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. മാർച്ച് 3-ാം തീയതി ആയപ്പം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് തൃശ്ശൂരിലായിരുന്നു. തൃശ്ശൂർ ഞാൻ നേരെ വന്ന് ഇങ്ങോട്ടാണ്. മാതാവിനെ ഞാൻ കണ്ട് നന്ദി പറഞ്ഞു. കാരണം എനിക്ക് കിട്ടാതിരിക്കാൻ പല സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കൊടുക്കാൻ തന്നെ ചാൻസ് ഇല്ലാത്ത, ഞാൻ അതിനകത്ത് എഴുതിയിരിക്കുന്ന പല ചോദ്യങ്ങളും ഞാൻ മിസ്സാക്കിയ ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന നിസ്സാര ചോദ്യങ്ങളാണ് ഞാൻ അതിനകത്ത് ചെയ്യാതെ ഇട്ടിരിക്കുന്നത്. അല്ലാതെ തന്നെ അറിയാത്ത കുറേ ക്വസ്റ്റ്യനുണ്ട്, കുറേ നിസ്സാര ക്വസ്റ്റ്യനുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് അത്ര 167ാമത്തെ റാങ്ക് ഓൾ ഇന്ത്യ നൽകി. അത് മാതാവിൻ്റെ ഒപ്പിട്ടു 7 എന്ന സംഖ്യ അതിനകത്ത് ചേർത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസം 7-ാം തീയതി ആ 7 അവിടെ പതിപ്പിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. 3-ാം തീയതി കഴിഞ്ഞ് ഞാൻ 10-ാം തീയതി വന്ന് ഞാൻ ഇനി സാക്ഷ്യം പറയാനുള്ള തയ്യാറെടുപ്പ്. അപ്പം ഞാൻ ഉടമ്പടി എടുത്തു. 10-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. ഇന്നലെ 27-ാം തീയതി വീണ്ടും 27-ാം തീയതി എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു.
ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. വീട്ടിലെ അറിയാം, പിന്നെ ആ തന്ന ഓഫീസിൽ അവർക്കും അറിയാം. അല്ലാതെ ഞാൻ വേറെ കൂട്ടുകാരോടോ നാട്ടുകാരോടോ മറ്റു വീട്ടുകാരോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ആദ്യം ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പറയുള്ളൂന്നും പറഞ്ഞ് ഞാൻ വന്നതാണ് ഇവിടെ. അത് ഈ 27-ാം തീയതി എന്ന സൈൻ വെച്ച്, അതും 27-ാം തീയതി വരേണ്ടതല്ലേ ഓർഡർ, 23-ാം തീയതിയാണ് ഈ ഓർഡർ ഇറക്കിയേക്കുന്നത്. ആ സൈൻ ചെയ്യേണ്ട ആൾ ഇന്നലെ 27-ാം തീയതിയാണ് സൈൻ ചെയ്യുന്നത്. അങ്ങനെയാണ് എനിക്ക് ഇന്നലെ ഓർഡർ കിട്ടുന്നത്. അങ്ങനെ മാതാവ് തന്നു തന്നെയാണെന്ന് മാതാവ് അവിടെ സീലടിച്ച് തന്നു. അങ്ങനെ 27 പതിപ്പിച്ചുകൊണ്ട് മാതാവിൻ്റെ ജോലിയായി എനിക്കത് തന്നു. പിന്നെ ഞാൻ ഉടമ്പടി കാര്യങ്ങളിലും കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ പാലായിൽ മരിയ സദനം എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് മാനസിക വെല്ലുവിളി നടന്നാൽ മാനസിക പ്രശ്നങ്ങളുള്ള ആതിരാലയോ ആരും നോക്കാനില്ലാത്ത അങ്ങനെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ പോകും. അപ്പം പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാനും എന്നാൽ പോയേക്കാം. ഞാൻ അവിടെ പോയി ആൾക്കാരോടൊക്കെ സംസാരിക്കും. നമുക്ക് എന്നെ സംസാരിക്കും. ഞാൻ പൊതുവെ സംസാരിക്കുന്നതിനും അങ്ങനെ പ്രകൃതിയുള്ള മനുഷ്യനൊന്നും അല്ല. എനിക്കങ്ങനെ ഒരാളെ പെട്ടെന്ന് കണ്ട ഒരാളോട് സോപ്പിട്ട് സംസാരിക്കണമെന്ന് എനിക്കറിയത്തില്ല. ഞാനങ്ങനെ സംസാരിച്ചിട്ടുമില്ല. അപ്പം ഞാൻ അവരോടൊക്കെ പോയി സംസാരിക്കുക. അവരൊക്കെ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുക. അവർക്കൊക്കെ എന്നോട് ഭയങ്കര താല്പര്യം. ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ഉള്ള മറുപടിയും കിട്ടുന്നു പറയാനുള്ള. ഞാൻ അവരോട് സംസാരിക്കുന്നു. അവിടെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു വൃത്തി ഇല്ലാത്ത അല്ലെങ്കിൽ വേറെ മറ്റു ദുർഗന്ധം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിൽക്കാൻ പാടാം. അവിടെ എന്ന് പറഞ്ഞാൽ നല്ല മണമല്ല. അപ്പം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ മണം അത് അവിടുത്തെ മണമല്ല, അത് ഈശോയുടെ മണമാണ്. ആ മണത്തെ നമ്മളെ സ്നേഹിക്കണം. എനിക്കൊരു കുഴപ്പമില്ല. അന്ന് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച തൊട്ട് എല്ലാ ഞായറാഴ്ച ഞാൻ പോകും. അപ്പം അപ്പനോടത്തി പോകും. അന്ന് അവരുടെ നഖമൊക്കെ വെട്ടും. അപ്പം അവിടെയുള്ള പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ കയ്യിൽ നഖം വെട്ടാനൊക്കെ ഇപ്പം കുറച്ച് ഉടമ്പടി എടുത്തവർ കുറേ പേര് വരും, അല്ലാതെ കുറച്ച് വോളണ്ടിയേഴ്സൊക്കെ വരും. പക്ഷെ കാലേലെ വെട്ടാൻ വരില്ല. കാരണം കാല് അത്ര രസമല്ല അവിടെ വെട്ടാൻ. അത് നല്ല ചെളിയൊക്കെ കാണും, പല പല വേസ്റ്റുകൾ കാണും. അങ്ങനെയുള്ളൊരു സന്തോഷം. നമുക്കൊരു കുഴപ്പമില്ല. ഞാനും അപ്പനൊക്കെ അത് വെട്ടും. അവരോട് നല്ല സന്തോഷം. അവർക്ക് ഞങ്ങളെ താല്പര്യമാണ്. ഞങ്ങൾ ചെല്ലുമ്പം അവർ ഓടി വരും, എന്നിട്ട് വെട്ടാൻ വരും, ഞങ്ങളോട് സംസാരിക്കും. വെട്ടാനില്ലെങ്കിൽ പോലും അവരവിടെ സംസാരിക്കും. അവർക്ക് എല്ലാവരും വെട്ടൊന്നും ഇഷ്ടമല്ല. ഞാൻ എൻ്റെ നഖം എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്ക് അവരുടെ നഖം വെട്ടാൻ സാധിക്കുന്നുണ്ട്. അത് ഈശോയുടെ നഖം ഞാൻ എങ്ങനെ വെട്ടുന്നു അതുപോലെ തന്നെ എനിക്കത് ഈശോയെ കണ്ടുകൊണ്ട് എനിക്ക് വെട്ടാൻ മാതാവ് എനിക്ക് കൃപ നൽകിയേക്കാം. എനിക്ക് ആ മണവോ അവിടെ വൃത്തിയില്ലായ്മയോ ഒന്നും എനിക്കൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നാറില്ല. ഈ ഉടമ്പടിയിൽ ഞാൻ നിയോഗങ്ങൾ വെച്ചിരുന്നതാണ്. എൻ്റെ ഭാര്യ ലിറ്റിക്ക് ഒരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് 2 ആഴ്ച നീണ്ടു നിന്നു. ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ ഇന്ന് മാറും നാളെ മാറും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെങ്കിൽ ക്ഷീണം കൂടി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും കൂടാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഞങ്ങൾ 3 പേരും കൂടെ കൈവരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഉടമ്പടി വസ്തുക്കൾ തേനും ഉപ്പും കൊടുക്കുകയും തൈലം വയറിൽ തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് നിന്നതാണ്. പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. പിന്നെ ലിറ്റിക്ക് ദേഹത്ത് നീര് വന്നിട്ട് കൈക്കും കാലിനും എല്ലാം വേദന, പെടലിക്കും ഒക്കെ വേദനയായിരുന്നു. ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും മാത്രം ഉപയോഗിച്ച് ഇന്ന് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൈവക്കാൻ പറ്റുന്നുണ്ട്. എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കുന്നു. പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഈശോയിൽ നിന്ന് ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ വാങ്ങിത്തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദികൾ പറയുകയാണ്. ആത്മീയ ജീവിതത്തിൽ കുർബാന കുമ്പസാരം ഇവയെല്ലാം ആണ്ടിൽ 1 അല്ലെങ്കിൽ 2 കുമ്പസാരമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്. ഇപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. നേരത്തെ ഞായറാഴ്ച മാത്രമാണെന്ന് ഞാൻ കുർബാനയിൽ പങ്കെടുത്തിരുന്നത്. പിന്നെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ ഞായറാഴ്ച മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരിക്കുകയും പ്രാർത്ഥനയിൽ പങ്കുചേരുകയും ചെയ്യുന്ന. ഇപ്പോൾ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്, ഞാനിവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ 2 കെട്ട് പാത്രമായിരുന്നു വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് എങ്ങനെ കൊടുക്കണമെന്നൊന്നും അറിയത്തില്ല, എങ്കിലും ഞാൻ മേടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ, വീടുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ആണ് ഞങ്ങൾ ഇപ്പോൾ 4 കെട്ട് പത്രം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ തന്നെ കൊടുക്കുന്നു. ജോസഫ് വേറെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ 2 ജപമാല റാലികളിൽ ഞങ്ങൾക്ക് കുടുംബസമേതം മുഴുവൻ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മാതാവിന് പ്രത്യേകം. കാരണം ഒരു ലെവൽ ആദ്യമൊക്കെ ഞാൻ ആദ്യത്തെ തവണ വന്നപ്പോൾ പാതി വഴി വന്നപ്പോൾ നിന്ന് പോകും, ഇനി മുമ്പോട്ട് പോകില്ല എന്ന് ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ ആ കറക്റ്റ് അവസാനം അർത്തിങ്കപ്പള്ളി ചെല്ലാനും ഇവിടെ ചെന്ന് പരിശുദ്ധ സ്വീകരിച്ച് ആ സമാപന ആശീർവാദം മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അപ്പൻ എന്നെ തലേ ദിവസം ഭയങ്കര വല്യവേദനയായിരുന്നു. ഒട്ടും പറ്റില്ല. അപ്പൻ രാവിലെ ഒട്ട് കിടപ്പം, അതുപോലെ വല്യവേദനയായിരുന്നു. പക്ഷേ അന്നത്തെ ഡെയിലി ബ്രെഡ് ഞാൻ ഓർക്കുന്നുണ്ട്. ജോസഫ് അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടേലും പോവുകയാണ് അതിനുള്ള
ആശീർവാദം ഞങ്ങൾക്ക് തരുന്നു, അത് ശരിയായിട്ട് വരും എന്ന് അച്ഛനെന്ന് പറയുന്നുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ പോകാത്തൊരു ഡോക്ടറെ അടുത്ത് പോകാനും പെട്ടെന്ന് അതിൻ്റെ ആ വേദന കുറയ്ക്കാനും അടുത്ത ദിവസം നല്ല പൂർണ്ണ ആരോഗ്യവാനായിട്ട് ജപമാലകളിൽ പങ്കെടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ ഡെയിലി ബ്രെഡ് രാവിലെ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ അത് സ്റ്റാറ്റസ് ഇടുക ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ പള്ളി ഒരു ഫൊറോന പള്ളിയാണ്. അപ്പം രാവിലെ 5:30 ഞായറാഴ്ച ദിവസം കുർബാനയുണ്ട്. ഒരു ദിവസം അപ്പനോട് അച്ഛൻ വന്ന് ചോദിക്കുക, എങ്ങനെ പിള്ളേരാരെങ്കിലും ലേഖനം വായിക്കുമോ? അപ്പം വായിക്കാമെന്ന് അപ്പം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വായിക്കാം. ഞാനിതുവരെ പള്ളിയിൽ ലേഖനം വായിക്കാനും പോയിട്ടില്ല. കുർബാനയ്ക്ക് പണ്ടെന്നോ ഒരു കാലത്ത് ഒരു 3-4 ദിവസം അങ്ങനെ കൂടി കാണും. അങ്ങനെ ഞാൻ കൂട്ടിയിട്ടേ ഉള്ളൂ. എന്നെ അച്ഛൻ ഇടവകയിൽ ഇഷ്ടംപടി പിള്ളേരുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു ക്ഷാമം ഇല്ലാത്തൊരു സ്ഥലം. അപ്പം അവരൊന്നുമില്ല, ഈശോ ഞങ്ങൾക്ക് വേണ്ടി, മാതാവ് ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തു അത് ലേഖനം വായിക്കാം. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് എല്ലാ ഞായറാഴ്ച 5:30 ഞാനും ഉണ്ട്, അനിയനും ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും കുർബാനയിലും ശുശ്രൂഷകളായിട്ട് പങ്കെടുക്കുന്നു. എല്ലാം ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് അറിയാം. പണ്ട് ഇപ്പം അപ്പന് ഈ അപകടം സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ, അപകടം സംഭവിച്ചത് പോലും അത് മാതാവിൻ്റെ ഒരു പ്രവർത്തനമായിട്ടാണ് വന്നത്. കാരണം 2018 ഞങ്ങൾ മാതാവിനോട് അടുപ്പിച്ച് ഞങ്ങൾ മാതാവിനെ പിന്നെ അറിഞ്ഞില്ല, മാതാവ് തന്ന അനുഗ്രഹത്തെപ്പറ്റി അറിഞ്ഞില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുവരുന്നു. ആ പഴയ ബിസിനസ് അത്ര സുഖമൊന്നും അല്ലായിരുന്നു. ആ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് ഇതുവരെ ഞങ്ങൾ അനുഭവിച്ചുള്ള സന്തോഷത്തോടെ ആനന്ദത്തോടെ ഞങ്ങൾ ജീവിക്കുകയാണ്. പിന്നെ തുടർന്നും ഇനിയുള്ള ജീവിതം മുഴുവൻ ഈ മാതാവിനോട് ചേർന്ന്, ഈശോയോട് ചേർന്ന് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ പാലിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനോട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്. നമ്മുടെ പരിമിതികൾക്കപ്പുറം ദൈവത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ് പ്രവർത്തിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ സാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുത്തൻ വഴികളാണ് ഈശോയും അമ്മയും തുറന്നു തരുന്നത്. ദൈവവചനത്തിന് വിധേയമായ ഒരു ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ഓരോ കാര്യത്തിലും ഇടപെടുന്നത്. അസാധ്യം സാധ്യമാക്കുന്ന ഒരു അനുഭവമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തി തരുന്നത്. പ്രശ്നങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥനയിൽ വിശ്വസ്തയോടെ ഉടമ്പടിയിൽ സ്ഥിരതയോടെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി ലഭിക്കുന്നതായിട്ടാണ് നാം സാക്ഷ്യത്തിൽ കേട്ടത്. ജോസഫ് ജിമ്മി എന്ന സഹോദരനും കുടുംബവും ഒന്നിച്ചു വന്ന് ഒരു കുടുംബം മുഴുവനായിട്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. കുടുംബനാഥനാണ് ഉടമ്പടി എടുത്തത്. പിന്നീട് ഓരോ കാര്യം ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വളരെ വലിയ ഒരു മാറ്റമാണ് ഇവിടെ ജീവിതത്തിൽ നടക്കുന്നത്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് എന്തും നമ്മൾക്ക് തരുമെന്ന പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഈ മക്കൾ പറഞ്ഞ കാരുണ്യ പ്രവർത്തികൾ ജോസഫ് അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ വിശേഷവിധിയായിട്ട് ഈശോയ്ക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന്. ഈ മക്കൾ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ആ മന്ദിരത്തിൽ ചെന്നപ്പോൾ മറ്റുള്ളവരുടെ നെയിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ സ്മെല്ലാണ്. പക്ഷേങ്കിൽ ആ കാലിൽ നെയിൽ കട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേങ്കിൽ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്തത്, മോനെ അത് ഈശോയുടെ മണവാന്ന്. ഇതാണ് വിശ്വാസ കൈമാറ്റം. വിശേഷവിധിയായിട്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യുന്നു. ഈശോ അപ്പം മകൻ പറയണത്, ഇപ്പം ഞാൻ ഈശോയ്ക്ക് വേണ്ടിയായിട്ട് ഞാൻ ചെയ്യുന്നത്, ഈശോയെയാണ് ഞാൻ അവരിൽ കാണുന്നത് എന്ന ആ വിശ്വാസത്തിലേക്ക് മകന് ഉയരാൻ സാധിച്ചു. ഇതൊക്കെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമേ നാം കാണുകയുള്ളൂ. കാരണം ഈശോയ്ക്ക് വേണ്ടിയിട്ടും ആ സ്നേഹത്തെ പ്രതി ഈശോ നൽകുന്ന നമ്മളോട് കാണിക്കുന്ന ആ സ്നേഹം നമ്മളും ഈശോയോട് കാണിക്കുകയാണ്. ഓരോ വ്യക്തികളിലൂടെ സഹായിക്കുന്നതിലും അവരുടെ കൂടെ നിൽക്കുന്നതും ഈശോയുടെ സാന്നിധ്യം അവർക്ക് കൂടി മനസ്സിലാക്കാനും ഇവർക്ക് കിട്ടിയ അനുഗ്രഹം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് മാറുകയാണ് ഇവരുടെ ജീവിതത്തിലൂടെ. അതുപോലെ തന്നെയാണ് 10,000 പേര് അവിടെ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഓൾ ഇന്ത്യയിൽ. പക്ഷേ ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടിയിലെ മകനായതുകൊണ്ടാണ്. അവർക്ക് ഒരു പ്രത്യേകതയാണ്. കാരണം അവർ മറ്റു വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തരാണ്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഈശോയും അമ്മയുമാണ് അവരെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. കേരളത്തിൽ 16 സീറ്റുകളിൽ 9 പേര് ആണ് ജനറലിലുള്ളത്. അതിലും ഈ മകനെ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആ വിശ്വസ്തയുടെ ആ ആത്മാർത്ഥതയുടെ ആ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. അത് തന്നെയുമല്ല, ഈ മക്കൾ ആത്മീയ ജീവിതത്തിലാണെങ്കിലും ഈശോയുടെ അമ്മയുടെയും ചേർന്ന് നിന്ന് കുർബാനയും കുമ്പസാരവും നേരത്തെ പോലെയല്ല, ഈ കുടുംബം മുഴുവനായിട്ട് ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതത്തിലും. നിരാശകളുടെയും പരാജയങ്ങളുടെയും നിമിഷത്തിൽ നമുക്ക് ഓർക്കാം, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനമാണ്.
ഈശോയിൽ അമ്മയിലും കൂടുതൽ വിശ്വസിക്കുക. നമ്മുടെ ബലഹീനതകളും നിരാശകളും എല്ലാം ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിശ്വാസത്തോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ അടഞ്ഞ വാതിലുകൾ തുറന്നു തരാനും അസാധ്യങ്ങൾ സാധ്യമാക്കാനും എളുപ്പമുള്ള ഒരു വലിയ ആത്മീയ പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ തീഷ്ണതയുടെ മുന്നോട്ട് നയിക്കുവാൻ ഈശോയും അമ്മയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ജിമ്മി ജോസഫിനും കുടുംബത്തിനും ലഭിച്ച ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ഫെബി. ഞാൻ വാഴക്കുളം ഇടവകയിൽ നിന്ന് വരുന്നു. ആദ്യമായി ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറഞ്ഞു തുടങ്ങുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ജനുവരി 23, 2026 ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി പുതുക്കുവാനായിട്ട് വന്നതാണ്. അതിനു മുമ്പ് ലഭിച്ച ചില അനുഗ്രഹങ്ങളെപ്പറ്റി നിങ്ങളുടെ മുമ്പിൽ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. എൻ്റെ ഹസ്ബൻഡ് ഷിമോഗയിൽ സ്പൈസസ് ബോർഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. 3 വർഷം കഴിയുമ്പോൾ നോർമലി അവർക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന സമയമാണ്. അപ്പോൾ ഒത്തിരി നാളായിട്ടും ട്രാൻസ്ഫർ 3 വർഷം കഴിഞ്ഞ് 4 വർഷമാവാറായി ട്രാൻസ്ഫർ കിട്ടിയില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ കൂടെയുള്ള പലരും പറയും, ഫെബി കൃപാസനത്തിലൊന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കുക. പക്ഷെ അത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ അത്ര ഞാനിങ്ങനെ ഒത്തിരി കേട്ടിട്ടുണ്ട്. എൻ്റെ മദറിനില്ല ഇവിടെ വന്ന് ഫസ്റ്റ് ഉടമ്പടി എടുത്തതാണ്. എന്നാലും എനിക്ക് അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് മാതാവിനോട് കൂടുതൽ ഭക്തിയെന്ന്. എനിക്കിവിടെ വന്നപ്പോഴാണ് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ദൈവം നേടിത്തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി പൂർണ്ണമായിട്ട് ബോധ്യമായത്. പിന്നെ ഹസ്ബൻഡ് ഷിമോഗയിൽ ആയിരുന്നു. ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഇവിടെ വന്ന് ഒരുമിച്ചാണ് ഉടമ്പടി എടുത്തതിന് ശേഷം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഞാൻ എന്നും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എറണാകുളത്തിനൊരു ട്രാൻസ്ഫർ തന്നെ അനുഗ്രഹിക്കണമേ എന്ന്. എങ്കിൽ വീട്ടിൽ നിന്ന് പോയി വരാമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ ഹെഡ് ഓഫീസിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി. അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഈ കാര്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈ ഉടമ്പടി വെച്ച ഒരാഗ്രഹമായിരുന്നു അതെനിക്ക് മാതാവ് സാധിച്ചു തന്നു. പിന്നീട് എൻ്റെ മകളുടെ പേര് അൻമരിയ ദീപക്. അവൾ 10th CBSE ബോർഡ് എക്സാം എഴുതി. അത് പറയുകയാണെങ്കിൽ കുട്ടി നന്നായി പഠിക്കുമായിരുന്നു. 9ാം ക്ലാസ് വരെ ഒരു ടോപ്പറൊക്കെ ആയിരുന്നു. 10ാം ക്ലാസ് ആയപ്പോഴത്തേനും ഇവൾക്ക് എപ്പോൾ പുസ്തകം തുറന്നാലും അപ്പോൾ ഉറക്കമാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും ഇവൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അപ്പം ബാക്കി എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കുണ്ട്. മാത്സിന് മാത്രം എപ്പോഴും മാർക്കിൽ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എപ്പോഴും നമ്മുടെ അടുത്ത് പറയും, ആൻമരിയ ഇങ്ങനെ ആയാൽ എങ്ങനെ ശരിയാവും, ഇതെന്താ ആൻമരിയയ്ക്ക് പറ്റിയത്. നമുക്കും അറിയില്ല, വീട്ടിലിരുന്ന് മാത്സ് ചെയ്തൊക്കെ പഠിക്കണ്ടേ, പക്ഷെ നമുക്കൊരു എന്താ ഇവൾക്ക് പറ്റണേന്ന് അറിയില്ല. ഇവൾ പഠിക്കുന്നുണ്ട്, പക്ഷെ ഉറക്കം നന്നായിട്ടുണ്ട്. അപ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഇനി മാതാവിൻ്റെ അടുത്തൊന്ന് പോയേക്കാം, ഇവിടെ വന്നൊന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. കാരണം ഇത്രയും നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിക്ക് മാത്സിന് മാത്രം എനിക്ക് കാരണം ചെറുപ്പം മുതലേ ഇവരുടെ കാര്യങ്ങൾ ഞാൻ പഠിത്തത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഇവർക്ക് മാത്സിന് മാത്രം മാർക്ക് കുറഞ്ഞു പോയി. എനിക്ക് എന്തോ ഒരു വലിയ കാര്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ വളവ് തിരിയുമ്പോഴത്തേന് ഇവളുടെ ബോർഡ് എക്സാമിൻ്റെ അവളുടെ ടൈം ടേബിൾ വന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇതൊരു അനുഗ്രഹമായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അവിടെ ചെന്ന് എല്ലാ ദിവസവും ഞാൻ ഇവളുടെ നെറ്റിയിൽ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതിന് ശേഷം ഉറക്കത്തിൽ ചെറിയ മാറ്റമൊക്കെ കണ്ടു തുടങ്ങി. അത് കഴിഞ്ഞ് ഇവൾ തന്നെ മാത്സ് വേറെ ആരുടെയും ഹെൽപ്പൊന്നുമില്ല, ചെറുതായിട്ട് ട്യൂഷനൊന്നും പോയി. ലാസ്റ്റ് ആയപ്പോഴത്തേനും ഇവൾ ചെയ്ത് പഠിച്ചു. എന്നാലും നമുക്ക് ഇവളെ വരുമ്പോൾ പറയും കുഴപ്പമില്ലായിരുന്നു എക്സാം, ചോദിക്കുന്നത് തന്നെ ദേഷ്യമായി തുടങ്ങി. അമ്മ എന്തിനാ ഇങ്ങനെ ചോദിക്കണത്, കിട്ടുവാണെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ നമ്മുടെ ഉള്ളിലൊരാദി, എന്നാലും ദൈവമേ മാത്സിന് മാത്രം മാർക്ക് പുറകോട്ട് പോകുമെന്ന്. അവസാനം ബോർഡ് എക്സാം വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും നാട്ടിലുള്ള സമയത്ത് ഒരുമിച്ചായിരുന്നു രാവിലെയും വൈകിട്ടും ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നത്. മക്കളുടെ നെറ്റിയിലും തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവൾ ബോർഡ് എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ ഇവളുടെ നെറ്റിയിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. നെറ്റിയിൽ തൈലം പുരത്തി ഇവൾ ഉപയോഗിക്കുന്ന പേനയിൽ ഉപ്പ് വിതറി ഞാൻ അവളോട് പറയുമായിരുന്നു, ഈ ഉപ്പിച്ചിരി എടുത്ത് നീ പ്രാർത്ഥിച്ചിട്ട് എഴുതണം, ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടേ നീ എക്സാം എഴുതാവുള്ളൂ. ഫസ്റ്റ് എക്സാം മാത്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ ഈ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു.
മാതാവ് രക്ഷിക്കും. പക്ഷേ ഇവളിൽ ഒരു ടെൻഷനും ഞാൻ കണ്ടില്ല. എക്സാം എഴുതി ഇവൾ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞു ഇവർക്ക് 3 ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അപ്പം അവൾ പറഞ്ഞു അമ്മ എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കിട്ടിയത്, ഒരു 96 ഒക്കെ കിട്ടുമായിരിക്കും. അപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു 96 ഒന്നും വേണ്ട, ഒരു 90 ഒക്കെ കിട്ടിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു. അവസാനം ഇവളെ ബാക്കി എല്ലാ സബ്ജക്റ്റും സ്കോർ ചെയ്യുന്നത് നമുക്കറിയാമെങ്കിൽ ഈ മാത്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഉള്ളിലൊരു ടെൻഷനായിരുന്നു. പിന്നെ നമ്മളറിയാത്തൊരു ദിവസം എക്സാമിൻ്റെ റിസൾട്ട് വന്നു, വിഷുവിൻ്റെ അന്നാണ്, ഒട്ടും വിചാരിച്ചില്ല. അതുകൊണ്ട് ഒരു ടെൻഷനും ഉണ്ടായാലും ഉച്ചയായപ്പോഴാണ് അറിഞ്ഞത്. എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ 98.6% മാർക്ക്, സ്കൂളിൽ 3rd ടോപ്പറായിട്ടാണ് ഇവൾ പാസ്സായത്. അത് ഞാൻ 97% മാർക്ക് മാത്സിനുണ്ടായിരുന്നു. ഞാനത് മാതാവിൻ്റെ ഒരു പ്രത്യേക ഇവൾക്ക് കഴിവുണ്ടായിരുന്നു. പക്ഷെ 10ൽ എനിക്ക് ഒരു രീതിയിൽ ആ മാർക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ദൈവത്തിൻ്റെയും മാതാവിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ വന്ന് കൃത്യം ഉടമ്പടി പുതുക്കുന്ന ദിവസമാണ് ഇന്ന് സാക്ഷ്യപ്പെടുത്തി മാതാവിന് നന്ദി പറയുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ 3 മാസമായുള്ളൂ. 2 പ്രാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിരുന്നു. ഇവളുടെ എക്സാമിന് ആദ്യം വന്നു, പിന്നെ ഇവളുടെ എക്സാമിന് തൊട്ട് മുമ്പ് അങ്ങനെ വന്ന് പത്രം വാങ്ങിച്ച്, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞു. അവിടെയുള്ള ചോദിക്കുമായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ച് ഞാൻ പത്രം വിതരണം ചെയ്യുമായിരുന്നു. പിന്നെ ചെയ്തിരുന്ന കാര്യം, എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഒരു ബുദ്ധിമുട്ടുമായിട്ട് വന്നാൽ ഞാൻ അവർക്ക് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപക്. ഞാൻ എൻ്റെ വൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വർഷങ്ങളോളം കർണാടകയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഒരു ട്രാൻസ്ഫർ നാട്ടിലോട്ട് കിട്ടാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. 3 വർഷം കഴിഞ്ഞിട്ടും കിട്ടിയില്ല. ആ സമയത്താണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ കൃത്യം നാട്ടിലേക്ക് കിട്ടുകയും വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന ഒരു അകലത്തിൽ കുടുംബത്തോടൊപ്പം ആയിരിക്കാൻ സാധിക്കുകയും ചെയ്തതിൽ തീർച്ചയായിട്ടും അത് ദൈവാനുഗ്രഹമാണെന്ന് ഞാനും എൻ്റെ കുടുംബവും വിശ്വസിക്കുന്നു. അതിന് ഞങ്ങളെ സഹായിച്ച ദൈവത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. അവിടുന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രക്ഷിക്കപ്പെടുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഉടമ്പടി പ്രാർത്ഥനയാണ് ഒരു പ്രത്യേക ജീവിത രീതിയായ ഈ ഉടമ്പടി പ്രാർത്ഥന. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനിലൂടെ നമുക്ക് ഈ പ്രാർത്ഥനാ പദ്ധതി നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടുന്നതിനും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും ഈശോ കടന്നു വരുവാനും നിത്യതയോളം അവിടത്തോടൊപ്പമായിരിക്കുവാൻ വേണ്ടിയാണ് ഈ ഉടമ്പടി എന്ന പ്രാർത്ഥന വളരെ ശക്തമായി നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദീപകിൻ്റെയും ഫെബിയുടെയും കുടുംബത്തിൽ ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയാണ് ഇന്ന് ഫെബി ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. ഹസ്ബൻഡ് ഷിമോഗയിൽ കുറച്ചു കാലം ജോലി ചെയ്തതിന് ശേഷം കുടുംബത്തോടൊന്നായിരിക്കാൻ ഇവരാഗ്രഹിച്ച് ഫെബി ഇവിടെ പ്രാർത്ഥന തുടങ്ങി 90 ദിവസത്തിനുള്ളിൽ, അതാണ് ഉടമ്പടി കാലം, 90 ദിവസത്തിനുള്ളിൽ അവർക്ക് വിളിച്ച വലിയൊരു അനുഗ്രഹമാണ് ഹസ്ബൻഡിനെ എറണാകുളത്തേക്ക് ഒരു ട്രാൻസ്ഫർ ലഭിച്ചത്. അവരുടെ ചിന്തയ്ക്ക് ഒപ്പുറം ഒട്ടും അസാധ്യമായ ഒരു കാര്യമാണ്. നമ്മുടെ യോഗ്യത കൊണ്ടോ ഒന്നുമല്ല ഈ ഒരു ട്രാൻസ്ഫർ ലഭിക്കുന്നത്, പക്ഷേ ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഇന്ന് ഫെബിയുടെ ഏറ്റു പറയുകയാണ്. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിച്ചു തരുന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാൻ ദൈവത്തോടു കൂടി ആയിരിക്കാമെന്നുള്ള ആ തീരുമാനത്തിലുള്ള ഉറച്ച നിലപാടിനെയാണ് ദൈവം അംഗീകരിക്കുന്നത്. അതാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടൻ പരിഹാരമായി ദൈവം നമുക്ക് നൽകുന്ന ഒരു ഇൻസെൻറ്റീവായി നൽകുന്ന ഈ ഗിഫ്റ്റ് ലഭിക്കുന്നതിന് കാരണം നാം വീണ്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കും, ദൈവത്തോട് വിശ്വസ്തരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെയാണ് നാം ഉടമ്പടിയിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതും. അതുപോലെ തന്നെ മകളുടെ 10th CBSE എക്സാമിൽ മാത്സ് ഒരു പക്ഷേ വലിയ മാർക്കൊന്നും അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴുമുള്ള അലസമായ ഒരു ഉറക്കം തൂങ്ങലിൽ ആ പരീക്ഷയുടെ സമയത്ത് എല്ലാ മാതാപിതാക്കളും വലിയ ടെൻഷനും വലിയ ആശങ്കയും വളർത്തുന്നതാണ്. ഫെബിയുടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച മകൾക്കൊരു ഉന്നത വിജയമാണ്. അവർക്ക് വളരെ കുറവ് മാർക്ക് വന്ന് പ്രതീക്ഷിച്ചത് 98% മാർക്ക് ദൈവം അവർക്ക് നൽകി അനുഗ്രഹിച്ചു. അവരുടെ ജീവിതത്തിലുടനീളം അവർക്ക് എന്തെല്ലാം അസ്വസ്ഥതകളുണ്ട് അവിടെയെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അവരുടെ എല്ലാ സംരക്ഷണവും
നേർച്ച വസ്തുക്കൾ ഉപയോഗത്തിലൂടെ അവർക്ക് ലഭിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ അവസ്ഥകളെയും എല്ലാ അസ്വസ്ഥതകളെയും വരാനിരിക്കുന്ന ദുരന്തങ്ങളെയും എല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നമ്മെ സംരക്ഷിച്ച് നമ്മെ നിത്യതയിലേക്ക് നടന്നടിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഫെബിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ